പറയാതിരിക്കാൻ പോയിട്ടോ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വലുത് തന്നെയാ. ഇത്രയുണ്ട്, എന്നാൽ എന്താ പ്രയോജനം? ശരിയായ ആളെ കിട്ടില്ലല്ലോ. ഇപ്പോഴെന്റെ ചേട്ടനുണ്ടായിരുന്നെങ്കിലേ ഞങ്ങളുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായാനെ. എവിടെ പോയിരിക്കുക? മിനിഞ്ഞാന്ന് വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്ക്, ദോ ചുവരിലെ പടമായി. എന്റെ ഏട്ടനൊരു വലിയ ഡാൻസറാ. ഡാൻസ് ചെയ്യുമ്പോ എല്ലാവരുടെയും കാലിന് പരിക്ക് പറ്റും, കൈക്ക് പരിക്ക് പറ്റും. എന്റെ ചേട്ടന് ഹൃദയത്തിനാണ് പരിക്ക് പറ്റിയത്. ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങളെ പറ്റിച്ചു പോയി കളഞ്ഞു. ഒരുപാട് ഇങ്ങനെ കരയല്ലേ. കരയുന്നത് കൊണ്ട് മരിച്ചു പോയൊരു തിരിച്ചു വരില്ലല്ലോ. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഞാനുണ്ട്. ഞങ്ങൾക്കും അത് തന്നെയാ വേണ്ടത്. എന്തിനാ ഇവരെ പറ്റിച്ചിട്ട് പോയത്? സത്യത്തിൽ നിങ്ങൾക്ക് ഇവരോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു. പൊന്നുമോള് രംഗീല, പിന്നെ അമല, വിമല. ചേട്ടാ, ഇൻട്രൊഡക്ഷൻ അടിപൊളിയായി, സൂപ്പർ. അഭിനയം അതിഗംഭീരം. അതെ, നമ്മുടെ പാൽരാജ് എവിടെ പോയി? ആ സോഫയുടെ പുറകിൽ മറിഞ്ഞിരിപ്പുണ്ട്. എന്റെ അടുത്ത് ന്യായം ചോദിച്ച ബാലരാജ് എവിടെ പോയി? ന്യായം വേണോന്ന് വിളിപ്പിച്ചതല്ലേ? ഞാൻ വന്നിരിക്കണേ, എന്തിനു വേണമെന്ന് പറ. ഞാൻ വെറുതെ തമാശക്ക് വിളിച്ചതല്ലേ, നിങ്ങൾ സീരിയസ് ആയിട്ട് വന്നത് എന്തിനാ? സി മിസ്റ്റർ പാൽരാജ്, ഞാനൊരു ആത്മാവാണ്. എനിക്ക് വില്ലനാവാൻ പറ്റില്ല കോമഡി അല്ലാതെ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ നീ തന്നെ ചെയ്യണം. യു ഹാവ് ടു ഡു. ഇവർക്കെല്ലാം തുണയായിരിക്കുന്നു നീ വാക്ക് കൊടുത്തല്ലേ? അതെ, കൊടുത്തതാ. ഇവിടെ നോക്ക്, വാക്ക് തെറ്റിച്ച നരകത്തിൽ തോല് ചത്തി എടുക്കുന്നുള്ളത് അനുഭവസ്ഥം പറയണ കേട്ടോ. അങ്ങനെയാണോ? അങ്ങനെ എന്നാണോ ചോദിച്ച, ഇവര് 3 പേരെയും മമ്മൂട്ടിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുപ്പിച്ച് തരാന്നുള്ള വാക്ക് മാറിയതിന് നരകത്തിൽ എന്റെ തോല് ചെത്തി എടുത്ത് തവേല ഉണ്ടാക്കി ബാല്. എന്റെ അമ്മോ, വേണ്ട വേണ്ട, ഇവർക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ ചെയ്തു കൊടുത്തു. പ്രേതം ചേട്ടാ, നിങ്ങൾ ഡാൻസർ അല്ലേ, 2 സ്റ്റെപ്പ് കളിച്ചിട്ട് പോകും. Why not? Which step you want? പ്രഭുദേവ സ്റ്റെപ്പ്. അത് മതിയാവില്ല, അടിച്ചു പൊളിക്കൂ. അതെ, ഇത് പ്രഭുദേവയുടെ സ്റ്റെപ്പ് ഒന്നും അല്ല. അത് ഭൂലോക ഫേമസ്, എന്റേത് മേലോകത്തിലുള്ള എല്ലായിടത്തും ഫേമസ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി ചാക്കോച്ചനല്ലേ കുഞ്ചാക്കോ ബോബൻ, അങ്ങേരുടെ സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരൂ. നമ്മുടെ കുഞ്ചാക്കോവാ? ചത്തതുപോലെ അഭിനയിക്കണേ, എന്നെ ഇമ യഥാർത്ഥത്തിൽ കൊല്ലുന്നു തോന്നണല്ലേ? ഇയാളെന്താ തറ തുടക്കുന്ന ബ്രഷാണോ? അയ്യോ, എന്റെ അമ്മയെ വിളിക്കുന്നേ. എന്നാ ഞാൻ പിന്നെ വരാം കേട്ടോ. വരില്ലേ? വരാം വരാം. എന്താ അമ്മ ഇതൊക്കെ? ആദ്യമായിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോവല്ലേ, അതിനു വേണ്ടിയാ. ഈ പൊട്ട് വെച്ചാ ഞാൻ സേഫ് ആയിട്ട് വരുമെന്നാണോ പറയുന്നത്? അതൊന്നും നീ അറിയണ്ട, നീ ധൈര്യമായിട്ട് പൊയ്ക്കോ, ഞാനില്ലേ, പേടിക്കാതെ പൊയ്ക്കോ. അമ്മയുണ്ടാവും, ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ? എടാ രാമസ്വാമി, ഇന്ന് തൊട്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. ഭയങ്കര ഇരുട്ടാടാ, പേടിയാവുന്നു. എന്താണ് ഒരു വഴി?
എവിടെങ്കിലും നല്ല സ്ഥലം നോക്കി കിടന്നുറങ്ങാൻ നോക്ക്. അത് തന്നെ നൈറ്റ് ഡ്യൂട്ടി, മനസ്സിലായോ? ഡാ എവിടെയാ കിടക്കുക? വന്നിട്ട് എന്റെ അടുത്ത് കിടന്നു കള്ള പന്നി. വെക്കട ഫോൺ. അയ്യോ ഭയങ്കര ദേഷ്യക്കാരനാ. സാറേ ആരാ? ബൽരാജ് നീയാണോ? ദാ വരുന്നു. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ടല്ലോ. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി അല്ലേ, അതാ ഇങ്ങോട്ട് വന്നേ. മോശമല്ലടാ, നീ നന്നായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഈ ബുദ്ധിയൊക്കെ ജോലിയിലും ഉണ്ടായിരിക്കണം. പിന്നല്ലാതെ, അത് പിന്നെ പറയാനുണ്ടോ? 2 റൗണ്ട് കറങ്ങിയിട്ട് പിന്നെ സാറിന്റെ അടുത്ത് വന്ന് കിടന്നുറങ്ങും. അത് മാത്രല്ല, കാട്ടിനുള്ളിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ പോയി ഒപ്പിട്ടാലേ നീ ജോലി ചെയ്തെന്ന് കണക്ക് വരൂ. എന്താ മനസ്സിലായോ? ദൈവമേ, പാരകള് പുറകെ പുറകെ വരികയാണല്ലോ. ഇത് നിനക്ക് അപ്രന്റീസ് പീരിയഡാ. ഒരു ദിവസം ലീവ് എടുത്ത പോലെ നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പൊക്കും. പിന്നെ നിന്റെ ഇഷ്ടം. ഇപ്പൊ എന്താ ഒരു വഴി? നീ ജോലിക്ക് പോയില്ലെങ്കിലേ ഈ ഫോട്ടോയ്ക്കും മാല ചാർത്തേണ്ടി വരും. എടാ രാമസ്വാമി, ഇനി നീ മാത്രമേ എനിക്കുള്ളൂ. ഓക്കെയോ? പോ ഉറങ്ങാന്ന് വിചാരിച്ച. ഇത്രയുള്ള പാറ്റയെയും കണ്ടാൽ പേടിച്ചോടുന്നു. ഇഴയും പുഴുവിനെ കണ്ടാൽ പാപാണെന്ന് കരുതുന്നു. ഫോറസ്റ്റിൽ തനിയെ അവൻ പെട്ടുപോയി ഒരു നാളിൽ. കുഞ്ഞു പേടി വന്നാലും ഒന്നിനങ്ങ് പോകുന്നു. ചുടുകാട് വഴിയൊന്നും പോകില്ല അവൻ ഒരു നാളും. വെറും പേടിത്തോട്ടൻ. ബാല ബാല ഗോപാല ബാല 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 ഗോപാല ബാല 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 ഗോപാല ബാല 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 ഗോപാല ബാല ബാല. അയ്യോ, വണ്ടി പഞ്ചറായല്ലോ. എടാ രാമസ്വാമി, എന്താടാ? ബൈക്ക് പഞ്ചറായടാ. കാടിന്റെ നടുവിൽ നിൽക്കാൻ ഞാൻ. അങ്ങനെയാണോ? ശരിക്കും എവിടെ നീ ഉള്ളത്? അറിയില്ല. 15 മിനിറ്റായി അവിടുന്ന് പുറപ്പെട്ടിട്ട്. എന്ന് വെച്ചാ നീ ഡേഞ്ചർ പ്ലേസിലെത്തി. അത്ര ദൂരത്തേക്ക് നിന്നോട് ആരാടാ പോകാൻ പറഞ്ഞ? ദാ, അങ്ങനെ റൂൾസ് ഉണ്ട്. ആരാടാ പറഞ്ഞ? സെക്യൂരിറ്റിയാ പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം അവരോട് പറഞ്ഞില്ലേ? അത് പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? എന്നാ പിന്നെ അവന് ഫോൺ ചെയ്യായിരുന്നില്ലേ? എനിക്കെന്തിനാ ഫോൺ ചെയ്ത്? വെക്കടാ ഫോൺ. പ്ലീസ്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞോടാ. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? പേടിയാവുന്നടാ. എന്നാ ഒരു കാര്യം ചെയ്യ്, അവറ്റോട് ശബ്ദം ഉണ്ടാക്കുന്ന പോലെ നീ ശബ്ദം ഉണ്ടാക്കിക്കോ. ആ ശരി. ആരാ? ആരെങ്കിലും ഉണ്ടോ അവിടെ? ഞാൻ ആരെയും ശല്യം ചെയ്യില്ല. എന്നെ ആരും ഉപദ്രവിക്കരുത്. ജയ് റാം, ജയ് റാം, ജയ് ശ്രീരാം, ജയ് ശ്രീരാം, ജയ് റാം, ജയ് റാം. എന്താ അങ്ങനെ നോക്കുന്നത്? എന്താ സർ, എന്നെ അടിച്ചില്ലേ? അടിച്ചെന്നോ? ഞാനോ? നിന്നെയോ? എന്നെയല്ല, എന്റെ മുയലിനെ. ഓ, മുയലിനെയോ? 3 മണിക്കൂർ കഷ്ടപ്പെട്ട് അതിനെ പിടിക്കാൻ വരുമ്പോഴേക്കും അതിനെ അടിച്ചു. അത് ഓടിപ്പോയത് എല്ലാം നിങ്ങൾ കാരണോ? നീ പേടിപ്പിച്ചില്ലേ? ഞാൻ
ഭയങ്കര ധൈര്യശാലി ആയതുകൊണ്ടാ ഈ നടുക്കാട്ടിലെ രാത്രിയിൽ പിടിച്ചു നിൽക്കുന്നത്. ശരിക്കും ഞാനൊരു പേടിത്തൊണ്ടനായിരുന്നെങ്കിൽ എപ്പോഴോ ചത്തുപോയിട്ടുണ്ടാവും. ഉവ്വ ഉവ്വ, നിങ്ങളുടെ ധൈര്യം എന്താന്ന് കണ്ടാ മനസ്സിലാവുന്നുണ്ട്. അല്ല, മുയലിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? ചന്തയെ കൊണ്ടുപോയി വിറ്റ് കളയും. അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? ഇതിലെന്ത് തെറ്റാ ഉള്ളത്? ഞങ്ങളുടെ ജോലി തന്നെ ഇതാ. എന്നും രാത്രി മുയല് പിടുത്തുവാ? അതേന്നേ, മുയലിനെ പകലില് കിട്ടില്ലല്ലോ. അല്ല നിങ്ങള്? ഞാനോ ഈ ഫോറസ്റ്റിലെ സെക്യൂരിറ്റി ഓഫീസറാ. അതെല്ലേ, നമസ്കാരം സാർ. നല്ല കാലം. ഇവളോട് ഫ്രണ്ട്ഷിപ്പ് കൂടിയാ രാത്രി മുഴുവനും സമയം പോകുന്നത് അറിയില്ല. അതെ, ആ പിന്നെ കൊച്ചേ, ഈ ഭാഗത്ത് 2 or 3 മുയലേ ഉണ്ടാവൂ. ഞാൻ പറയുന്ന സ്ഥലത്ത് വരികയാണെങ്കിൽ ഒരുപാട് മുയലുകൾ ഉണ്ടാവും. നീ വരുന്ന? എവിടേക്കാ? നടക്ക്, പറയാ. നടക്ക്. നീ ഇവിടെ നിക്ക്, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. മുയലുണ്ടോ നോക്കാനാ, കേട്ടോ? നിക്കുവല്ലോ. വെയിറ്റ് ചെയ്യാം. എന്തൊരു പേടിയാ നോക്ക്. ബാലരാജേ, നീയാണോ? എന്താ ഇത്ര ധൃതി? ദാ ഇവിടെ ഇരിക്കി, കുറച്ചേരം നമുക്ക് സംസാരിക്കാം. എന്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിന്റെ ഫ്രണ്ടാ? ആരടാ അത്? ഷൂ, ഇവള് മുയൽ എവിടെയെന്ന് ചോദിക്കുമല്ലോ. എന്തു പറയും? ഇനി എത്ര ദൂരമുണ്ട് സാർ? അതാ അവിടെയുണ്ട്, കണ്ടോ? 3 എണ്ണം ഉണ്ട്. ഞാൻ പോയി പിടിച്ചിട്ട് വരാം. ഇവിടെ തന്നെ നിൽക്കണേ. അങ്ങോട്ട് പോയി നോക്കാം. ഇന്ന് നിന്റെ സമയം ശരിയല്ല. നാളെ പിടിച്ചുതരാം, കേട്ടോ? ഇവിടെ വരുന്നതിന് മുമ്പ് രാമസ്വാമിയോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വരാം. 10 എണ്ണമെങ്കിലും പിടിക്കാവുന്നേ. വിഷമിക്കണ്ട, നാളെ ഇതേ സമയത്ത് ഇവിടെ വന്ന് നിൽക്കണം, കേട്ടോ? ശരി സർ. ഉറപ്പായിട്ടും വരണേ. വരാം സർ. പിന്നെ നീ വന്നില്ല പിന്നെ ഞാൻ നിന്നോട് മിണ്ടില്ല. ഇവിടെയല്ല, ദേ ആ ഗേറ്റ് കാണുന്നില്ലേ, അവിടെ വന്നാ മതി, കേട്ടോ? അല്ല, കൊച്ചിന്റെ വീട് എവിടെയാ? ദേ ആ കുടില് നിങ്ങൾ കാണുന്നില്ലേ, അതാ എന്റെ വീട്. ഓ, അത് ശരി. കൊച്ചിന്റെ പേരെന്താ? വസന്തി സർ. വസന്തി, നല്ല പേരാട്ടോ. എന്നാ ശരി, പേടിക്കാതെ വീട്ടിലേക്ക് ചെല്ല്. സൂക്ഷിക്കണേ. ഞാൻ നിങ്ങൾക്ക് തുണയായിരിക്കും, എന്നാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ എനിക്ക് തുണയായിരിക്കുമോ?